വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ GTA 5 ഫസ്റ്റ് മിഷൻ സ്റ്റോറി മോഡിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ ഇത് ഞാൻ പറയാമല്ലോ, ഇതൊരു ഫ്ലാഷ് ബാക്കാണ്. ഇതൊരു 9 years old മുന്നേ നടക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കാണ്, റോബറിയാണ്. ഇതാണ് നമ്മളെ മൈക്കിളപ്പൻ. മൈക്കിളപ്പനുണ്ട്. ട്രവർജിയാണ് ഡോറ് ഇപ്പോൾ കുത്തി പൊളിക്കും. അവിടെ ഗാർഡുണ്ട്. എന്താ നോക്കട്ടെ കേട്ടോ. പൊളിച്ചിട്ടു. നേരെ ആ ഗാർഡിനെ മൈക്കിൾ നേരെ ഇടിച്ചിട്ട് ഇനി നേരെ പോവാം. നേരെ നമുക്ക് നോക്കണം കേട്ടോ. സ്റ്റേജസ് ഒക്കെയാണ് ഇത്. ഇവരെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഇവരെ നമ്മൾ ഗൺ പോയിന്റ് നിർത്തണം. മോനെ കൈ ബാക്കി വെക്കടാ. ഇതാണ് സെക്യൂരിറ്റി ഗാർഡ്. 2 ഹോസ്റ്റേജസും ഉണ്ട് കേട്ടോ. ഇവരെ നമ്മൾ എന്താ ആ റൂമിലോട്ട് ആക്കണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നൈസിൽ ഇവരെ ഗൺപോയിൽ നിർത്തുക. ഇവർ പോകുന്നില്ലല്ലോ. ഈ മറ്റേ ഹോസ്റ്റേജസ്. അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മൾ ഉള്ളിപ്പോ ഡോർ അടക്കണം. ഇനി ഇവന്മാർ 2 പേരെ അതിൻ്റെ ഉള്ളിലോട്ട് ആക്കണം. എണീക്ക് പോ. റൂമിക്കോ എന്തോന്നാടേ, ഞാൻ പോടേ, വീഡിയോ കൂടെ ഞാൻ ഡോറ് ക്ലോസ് ചെയ്തിട്ടാ. ഇനിയിപ്പോൾ നമുക്കെന്താ ഫോൺ എടുക്കണം. ഇതെന്തോന്ന്, ഏത് കാലത്തുള്ള ഫോണത്? ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇത്രയും പൈസ ഉണ്ടല്ലോ, ഒരു ഫോൺ മേടിക്കണം. അതാണ് നമ്മൾ ബോംബ് പ്ലാൻ ചെയ്തിട്ട് കേട്ടാ. അങ്ങനെ ലോക്കർ ഇതാ പൊളിച്ചിട്ടിട്ടാ. ഈ ലോക്കർ നമുക്ക് ഇനി മെല്ലെ പോയിട്ട് പൈസ എടുക്കണം. നോക്കട്ടെ ഏരിയ എങ്ങനെയാണെന്നുള്ളത്, സേഫാണോ. നമ്മൾ നേരെ പോകണം. ഷോമിത മണി എന്നൊക്കെ പറയുന്നുണ്ട്. പൈസ എടുക്കാൻ വേറെ ലെവല്. പോലീസ് ആകെ എക്സൈറ്റഡ് ആണ് കാര്യത്തിൽ. ഇതാണ് നമ്മുടെ ലോക്കർ കിട്ടാ. മോനെ വേറെ ലെവലിടാ. എത്ര പൈസ അറിയാം. ഫുള്ള് നമ്മളിന്ന് റോബ് ചെയ്യും. നമ്മൾ നേരെ പൈസ എടുക്കുക. നേരെ ഇനി പുറത്തോട്ട് ഇറങ്ങാം. ബീക്കോട്ട പോവും. ഇവ പിടിച്ച് മൈക്കിളിനെ പിടിച്ച്. ഇയാളെ മെല്ലെ തീർക്കണം. അതാണ് പ്ലാന്. ഇയാൾ കണ്ട് ഇനിയിപ്പോൾ പുറത്ത് ഇനിയിപ്പോൾ F5 അടുത്ത് പറഞ്ഞാൽ നമ്മളെ നേരെ ഇയാളെന്തായാലും നമ്മൾ ഫേസ് കണ്ടു. ഞാൻ F5 അടുത്ത് പറയാം. അപ്പോൾ നൈസിൽ നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് നേരെ ആളെ തീർക്കുക. ആൾ തീർന്നു. നമ്മൾ നേരെ പോട്ടാ, പുറത്തോട്ട് പോകണം. ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. പോ. സമയമില്ല. ആകെ അലാമ അടിച്ചിട്ട് ആകെ സീന. ഇനിയിപ്പോൾ പുറത്ത് ഫുള്ള് പോലീസ് ഉണ്ടാവും. നമുക്കിനിയിപ്പോൾ ഇവിടെ എന്താ, ഗെറ്റ് ടു കവറിലൊക്കെ. ഇനിയിപ്പോൾ അവിടെ ആ ഡോറ് തുറക്കേണ്ടി വരുമല്ലോ. ഡോറ് തുറക്കണം. അവരവിടെ ബോംബ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ബ്രാഡാണേ. പുള്ളി നമ്മളെ ഒരു ഫ്രണ്ടാണ്. നമ്മൾ നേരെ പുറത്തോട്ട് പോവാം. എനിക്ക് തോന്നുന്നു ഓൾറെഡി പോലീസ് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്, പുറത്തുണ്ട്. അടിപൊളി. ഇനിയിപ്പോൾ സീനാണ്. തീർക്ക് വേഗം തീർക്ക്. സ്വിച്ച്ഡ്. ഇവന്മാരെല്ലാവരും തീർക്കണം. ഡോണ്ട് ബി അംബാസിഡർക്ക്. ഓരോരുത്തർ തീർക്കണേ. ഫുള്ള് വളഞ്ഞിക്കാണ്. മെല്ലെ ഫ്രണ്ടിലോട്ട് കയറണം. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരെയും ആണ്ട് എയിം പോയിന്റ് കിട്ടുന്നില്ല. ട്രവർ, കാപ്പൂര്, നൈഷിൽ. ഇനിയിപ്പോൾ എല്ലാത്തും തീർക്കണം. ഇവിടെ 2 പേരുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം കേട്ടോ. മൈക്കിളിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ട്രവറിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളൂ. ട്രവർ ഈസ് വെരി വെരി ഡേഞ്ചറസ്. ട്രവറിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളൂ. ഇപ്പം മെല്ലെ തീർത്തിട്ട് നമുക്ക് ഒരാൾ കൂടി ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ആ സൈഡിൽ നിന്ന് വിളിച്ചിരിക്കണ 1 2 3 ഒറ്റപ്പേര് അത്രേ ഉള്ളൂ. മെല്ലെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകണേ. പോ. അവിടെ വണ്ടികളുണ്ടോ? സീനാണല്ലോ. ഫുള്ള് വളഞ്ഞൊക്കെയാണ്. അടുത്ത വണ്ടി നമ്മൾ തീർക്കും തോറും അടുത്ത ഓരോ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. ഫുൾ F5 നമ്മൾ തീർക്കണേ. ഫുൾ F5 ടീംസാണ്. അടിച്ചാൽ പൊളിക്ക്. മൈക്കിളും ബ്രാഡും ഫ്രണ്ടിൽ പോവാണ്. അവന്മാർ ചാവോ? നേരെ പോട്ടെ. എൻ്റെ മോനെ സീന് ഇതെന്താ വന്നുകൊണ്ടിരിക്കണേ. നമുക്ക് അവിടെ ഒരു ഗെറ്റവേ കാറുണ്ട് കേട്ടോ. മാപ്പിൽ കാണുന്നുണ്ട് ഗെറ്റവേ കാറ്. നമുക്ക് കാറിൽ കയറണം. പോലീസ് വരുന്നേ. ഞാൻ വിചാരിച്ച് തീർന്നത്. ഇതാ വന്നുകൊണ്ടിരിക്കണ്. ഇത് കഴിഞ്ഞ് ഇനിയില്ലല്ലോ. ഇനിയില്ല. പോട്ടെ. വെൽക്കം ടു ലുഡൻ റോഫ്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞത് ഒരു ഫ്ലാഷ് ബാക്ക് മെഷീനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിലിട്ട് ഇത് നമ്മളെ ഗെറ്റ് വെഹിക്കിളാട്ടോ. നമുക്ക് രക്ഷപ്പെടാനുള്ള വണ്ടിയാണ്. ബ്രാഡ് ഉണ്ട്. പിന്നെ നമ്മളെ ഒരു ഡ്രൈവർ ഫ്രണ്ട്, പേരെനിക്ക് അറിയില്ല. അപ്പോൾ പോവുകയാണ്. നേരെ പോവുക. റെയിൽ സ്റ്റാലിയൻ. ആകെ സീനാണ്. ഡ്രൈവറും വർത്താനായി. അപ്പം ഇനി ഇവിടുന്ന് രക്ഷപ്പെടണം. നമ്മൾ ബാക്കിലൊക്കെ ഫുൾ പോലീസാണല്ലോ.
ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ മെല്ലെ ട്രവർ ഇനിയിപ്പോൾ തീർക്കണം, വേറെ വഴിയില്ല. കാരണം വന്നു കഴിഞ്ഞാൽ നമ്മളെന്തായാലും പൊക്കും. അയ്യ നമ്മൾ ഡ്രൈവറിന് വേണ്ടി കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അടിപൊളി, മൈക്കിൾ വണ്ടി ഓടിച്ചല്ലോ, അവനെ പുറത്താക്കി. മൈക്കിളപ്പം വെറുതെ വിടുമോ? അടിപൊളി, അത് സൂപ്പറായിട്ട്. നേരെ നമ്മൾ മൈക്കിളെ ഡ്രൈവ് ചെയ്യണം, നേരെ പോകട്ടോ. നമുക്കിനി ചോപ്പർ, ഹെലികോപ്റ്റർ പിക്കപ്പ് പോയിൻ്റെ അടുത്തോട്ട് ചോപ്പർ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മളങ്ങോട്ടാണ് പോണത്. ഇനി ഒന്നും കാണില്ല കേട്ടോ, നമ്മൾ ആ മാപ്പ് വെച്ചിട്ടാണ് പോണത്. പോലീസുകാരൊക്കെ പോകുന്നുണ്ട്, നമുക്ക് തോന്നുന്നു നമ്മളെ ലൊക്കേഷനിലോട്ട് പോകുന്നുള്ളൂ. ഇപ്പം നമുക്കിനിപ്പോൾ FIB അവിടെ വളഞ്ഞിരിക്കാനുള്ള, റോഡ് ക്ലോസ് ആണല്ലോ, അവിടെ ബ്ലോക്ക് ചെയ്തൊക്കെയാണല്ലോ. ഇത് തിരിഞ്ഞു പോവുക. മോനെ ട്രെയിൻ തട്ടി മോനെ, സീന് തട്ടി ഗൈസ്, തട്ടി ചത്ത. 3 പേര് ചത്താ? ഇല്ല. യു ഗൈസ് ഓൾ റൈറ്റ്. ഡ്രൈവർ റിപ്ലൈ കൊടുത്ത്, ഏതാ ഡ്രൈവറൊന്നും അങ്ങനെ ചാവില്ല പെട്ടെന്ന്. ഇനി മെല്ലെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? ചോപ്പർ എവിടെ ഇരിക്കുന്ന അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ പ്ലാനിലോട് സ്റ്റിക്ക് ചെയ്യാനാണ് മൈക്കിൾ പറയണത്. ചോപ്പർ എവിടെ? ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, ആരും ഇല്ലാത്ത ഒരു അതാണ് സീൻ. FIB ആണോ അതോ ധാരാ? ആള് ബ്രാഡിന് ഇതാക്കി, ബ്രാഡിന് കിട്ടിയല്ലോ, അടിപൊളി. ബ്രാഡിനെ സ്നൈപ്പ് ചെയ്തോ. ഇതാരിത്? FIB ആണത്? മൈക്കിളിനെ സ്നൈപ്പ് ചെയ്താ, അടിപൊളി. അവന്മാരെന്ത് കാണി. അയ്യോ, മൈക്കിളിന് സ്നൈപ്പായല്ലോ. മൈക്കിൾ പറയുന്നുണ്ട് കേട്ടോ ട്രവറിൻ്റെ അടുത്ത് പോയിക്കോളാൻ. പക്ഷേ ട്രവർ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാനും പറ്റില്ല. ട്രവറാണെങ്കിൽ ഒറ്റയ്ക്കാവും ചെയ്ത്. അടിപൊളി, പോലീസ് മൊത്തം വളഞ്ഞല്ല. ട്രവർ ജി തീർക്ക് എല്ലാത്തിനും തീർക്ക്. FIB ഫുള്ള് ട്രവറിനെ വളഞ്ഞിട്ടാ. എത്ര വണ്ണം? 1 2 3 4. എന്തോന്ന് ചെയ്യാനിനി? ഹോൾഡ് ദ കോപ്സ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ എല്ലാവരും വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ട്രവർ ഇപ്പോൾ തീരും ഉറപ്പാണ്. അത് അല്ലേ ഉള്ള ചായൻ്റെ ഇടയിൽ ഗണ്ണ് റീലോഡായി കഴിഞ്ഞാൽ സീൻ. വണ്ടിയൊക്കെ പൊട്ടിച്ചിട്ട് കിട്ടാ. തീർക്ക് വേഗം തീർക്ക്, സമയങ്ങളല്ലേ അത് വരുന്നത്. എല്ലാവരും ചാവടാ. അടിപൊളിതാ അടുത്ത. എന്താ FIB ഫുള്ള് വളഞ്ഞു കിട്ടാ ട്രവറിനെ. നിക്കടി അവിടെ നിക്കടി. ആരടി നിക്കടി അവിടെ? നിക്ക് ഇല്ലേ വെടി വെക്കും ഞാൻ. എവിടെ ചോപ്പർ എവിടെ? ചോപ്പർ ഓൾക്കാ എവിടെ അറിയില്ല കേട്ടോ. അവളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഓള് ഹോസ്റ്റേജസ് അല്ലേ. മൈക്കിളെ ഹോസ്റ്റേജസിനെ അവരെ FIBക്ക് കൊടുത്തിട്ട് നേരെ പോകണ്ട. കാരണം അവന് രക്ഷപ്പെടണ്ടേ. കൂടെ ഉണ്ടായിരുന്ന 2 കൂട്ടുകാരന്മാർ ഡെഡായിന്ന് വിചാരിച്ചിട്ടാണ് പാവം ട്രവർ ഓടിപ്പോണത്. പക്ഷേ ട്രവറിന് അറിയില്ലല്ലോ മൈക്കിൾ സ്റ്റിൽ അലൈവ് ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളെ ഫ്ലാഷ് ബാക്ക് മിഷൻ തീരുകയാണ്. ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. സ്റ്റോറി മോഡിലോട്ട് ആയിട്ടില്ല, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. മൈക്കിൾ വാസ് നോട്ട് ഓൾവേസ് എ ഗുഡ് ഹസ്ബൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. നോട്ട് ഓൾവേസ് എ ഗുഡ് സിറ്റിസൺ എന്ന് പറയുന്നുണ്ട്. ഇത് മൈക്കിൾ മരിച്ചെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷെ മൈക്കിൾ മരിച്ചിട്ടില്ല. മൈക്കിളിൻ്റെ ഗ്രേവ് യാർഡാണ്, മൈക്കിളിൻ്റെ ഫാമിലിയാണിത്. പക്ഷേ ഇവർക്കറിയില്ലല്ലോ മൈക്കിൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതാരാണ്? മൈക്കിളാണോ? ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, മൈക്കിള് ഡെഡ് ആയിട്ടില്ല. മൈക്കിൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇതാരുടെ കല്ലറയായിരിക്കും? അതാണ് എൻ്റെ ചോദ്യം. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ ഫ്ലാഷ് ബാക്ക് മിഷന് ഒരു അവസാനത്തേക്ക് എത്തിക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റോറി മോഡിലോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ സ്റ്റിൽ അലൈവാണ്. കാരണം FIB മൈക്കിളിന് ഒരു പുതിയ ജീവിതം, പുതിയ പേര്, പുതിയ അഡ്രസ്സ് കൊടുത്തു. മൈക്കിൾ സ്റ്റിൽ അലൈവ്. അപ്പോൾ ഗൈസ്, ഇത് പ്രസൻറ്റിലുള്ള നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. യുവർ സൺ ജെയിംസ് ഈസ് എ ഗുഡ് കിഡ്. നിൻ്റെ മകൻ ജെയിംസ് നല്ല മകനാണോ എന്ന് ചോദിക്കുന്നത്. ഗുഡ് കിഡ് അവൻ ഒരിക്കലും അല്ല. എന്തേ? കാരണം അവന് പാവപ്പെട്ട ഒരു സഹായിക്കാറുണ്ടോ? ഇല്ല എന്നാണ് മൈക്കിൾ പറയുന്നത്. അവൻ എപ്പോഴും വീട്ടിലിരുന്ന് ഗെയിമും കളിച്ച്, അതാണ് അവൻ്റെ പരിപാടികൾ. അതൊക്കെയാണ് സ്വന്തം അപ്പനായ മൈക്കിൾ പറയുന്നത്. അപ്പോൾ നിന്നെ കുറിച്ചിട്ട് എന്താന്ന്? ഞാൻ അവൻ്റെ പ്രായത്തിൽ എനിക്ക് 2 പ്രാവശ്യം ഞാൻ ജയിലിലൊക്കെ ഇടുന്നുണ്ടെന്നാണ് മൈക്കിൾ പറയുന്നത്. ബാങ്ക് റോബ് ചെയ്തിട്ടുണ്ട്, പല പരിപാടികളും അവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ചോദിക്കുന്ന ഡോക്ടറാണ് അയാൾ. ഇതൊക്കെയാണ് നിനക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്നൊക്കെ ചോദിക്കണത്. എവിടുന്നാണ് നിനക്ക് ഈ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയെന്നാണ് ഡോക്ടറിൻ്റെ അടുത്ത ചോദ്യം.
അപ്പോൾ ആകെ പ്രാന്തായി മൈക്കിളിന്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വലിയ വീടുണ്ട്, എനിക്കൊരു ഉപകാരമില്ലാത്ത മക്കളുണ്ട് എന്നൊക്കെ പറയുന്നത്. മൈക്കിളിന് തീരെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മൈക്കിള് ലീഡ് ചെയ്ത ലൈഫല്ല മൈക്കിള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷൻ്റെ ടൈം കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് അടുത്ത എന്തായാലും നെക്സ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീക്കിലും നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞത് ഡോക്ടർ. അങ്ങനെ മൈക്കിൾ അവിടെ നിന്ന് മെല്ലെ പോകട്ടോ, ഇനി മെല്ലെ പോവാ. മൈക്കിൾ പറയുന്നുണ്ട് ഇതൊന്നും ഇന്നിക്കൊന്നും എന്നെ കൊണ്ട് നടക്കൂല, അങ്ങനെ നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കിൾ മെല്ലെ ഡോക്ടറിനോട് പോയി പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ അപ്പം എന്തായാലും ഡോക്ടർ പറയണ പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ അങ്ങനെ പോകും. ഗൈസ്, വെൽക്കം ബാക്ക് ടു ലോസ് സാൻഡോസ്. അങ്ങനെ നമ്മൾ ലോസ് സാൻഡോസിലോട്ട് എത്തി ഗൈസ്. GTA 5 ഇങ്ങനെയൊക്കെ ആണെങ്കിൽ GTA 6 എന്തായിരിക്കില്ല, വേറെ ലെവലായിരിക്കും. അങ്ങനെ മൈക്കിളിൻ്റെ ജീവിതം പറഞ്ഞാൽ FIB കൊടുത്ത പുതിയ ജീവിതമാണ്. മൈക്കിളിന് പുതിയ ഐഡൻറ്റിറ്റി കൊടുത്തു, പുതിയ അഡ്രസ്സ് കൊടുത്തു. അതാണ് മൈക്കിൾ അന്ന് FIBനായിട്ടൊരു ലിങ്ക് ആയിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട് മൈക്കിൾ പക്ഷേ ഒരു നല്ല ലൈഫല്ല ലീഡ് ചെയ്യുന്നത്. മൈക്കിളിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അവർ തമ്മിൽ നല്ല ബോണ്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് മൈക്കിളിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് കാണാം. എന്താന്നോടെ വീട്ടിൽ പോടേ രാവിലെ തന്നെ. Unless they buried it under the sand, fool. Another brilliant Lamar Davis production. Man, fuck you. Hey, excuse me, homie. Can you tell me where Berto Beach House is? No, homie, I cannot. Man, would you come on? ബീച്ച് ഹൗസ് എവിടെയാന്നിട്ട് ചോദിച്ചത്. എനിക്കറിയാം. എന്നാടാ പറഞ്ഞു കൊടുക്കടേ, എന്തോ നാടേ അതാ കാണിച്ചു കൊടുത്ത്. എന്നാ അറിയണമെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ മൈക്കിൾ ജി. എന്താണ് Won't you ask him if he knows the fucking owner? Or better yet, do some skywriting that reads there's a couple niggas here about to boost some cars in case somebody didn't realize. See, what you don't realize is we ain't boosting. This shit is legit business. Legit? Oh yeah, I forgot, huh? 401ks, tax returns and all? Yeah, right. You the one all pumped up on doing this lick, nigga. I'm getting my money in the hood. I'm straight, fool. I'm cool. You cool? Cool what? Slinging dope and throwing up gang signs? Yeah, right. Whatever, homie. Yeah, homie. This the spin knot right here. Your boy Simeon wasn't bullshit. Man, get your ass in there. You bring your ass, fool. Always trying to boss somebody. Come on. Come on. Oh, shit, come on. Damn. This nigga must got the baby dick. Yeah, and all this shit paid for with bad credit. Oh, come to daddy. Which one you want, nigga? Like that? Bobby big dick on a nigga, huh? Shit, for real, homie. Damn, this motherfucker got robo-roof and everything, nigga. He should have paid the Nizzo. Man, you gotta grind to keep that shit. Now it's back on us. Hell yeah, I want to see what it do. Hey, hit me on the speakerphone, dog. Oh, it's like that? For sure, homie. പാട്ട് ഓഫ് ചെയ്യട്ടെ, കോപ്പറേറ്റ് കിട്ടും. അമ്മമാരെ പോകട്ടാ. ലെമറ നല്ല സ്പീഡിലാണ് പോകണം. ലെമറ ഒരു രക്ഷയില്ലട്ടാ. വണ്ടി എവിടെയും തട്ടിക്കരുന്നൊക്കെയാണ് ലെമർ പറയണേ. ലെമർ ഇതൊരു പോണ പോക്കണ്ടോ എന്ത് ലെമർ. ഏയ് ലെമർ റൈഡറിനാട്ടാ. എന്താണ് ചേട്ടാ നോക്കിയോടി. Fool, knock it off. How about we let Tanisha decide that? She definitely ain't dumb enough to fuck with your ass. Hang her right there. Shit, cool, homie. Keep busting low. Hey, screw you too, homie. Right. ഈ വണ്ടി നമുക്ക് ഡീലർഷിപ്പിൽ എത്തിക്കണം കേട്ടോ. Studio. Let's show these movie people how we do. ഉള്ളിലേക്കാണല്ലോ. Oh, we feel this shit here, huh? ഇൻഡസ്ട്രി ഒന്നും ഉണ്ട് കേട്ടോ. ക്യാരക്ടേഴ്സിനൊക്കെ ഇടിച്ചിട്ടാണ് പോകണം. Down this alley here.
ഓ ട്രക്ക് നോക്കുന്നു. പോട്ടെ. Please, homie. We hanging the left. ലെഫ്റ്റ് എടുക്കണം, ലെഫ്റ്റ് എടുക്ക്. This meant to be your shit. പോട്ടെ. Whatever you say. ഓ Shit. ഓന സീന്. ഏതാ ഡ്രൈവ്? Left here. Yeah, whatever you say. നമ്മള് നന്നായിട്ടായിട്ട് ഓടിക്കണം. ലാമർ എന്താ കാണിക്കണോ? റോങ് സൈഡിൽ കൂടെ ഒക്കെ പോകണ്ടല്ലോ. Test these rides out. He ain't even gonna know if they ഇരിക്കല്ലേ. push it to the brink. ഇടിച്ച്. You feel me? എന്തോന്ന് ആ ചെങ്ങായ ഡ്രൈവറിന് വണ്ടി ഓടിക്കാറിയാത്തോണ്ടാണല്ല. നമ്മൾക്ക് ഇനി നേരെ ഡീലർഷിപ്പിലോട്ട് എന്ത് എത്താത്ത പോയിട്ട്. We going right. Alright. Left here. We going through the parking lot. പാർക്കിംഗ് ലോട്ടിൽ കൂടെ വണ്ടി എടുക്കുക. ഇവരെന്താ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണോ? ഡ്രൈവ് ചെയ്യാൻ Schooling your ass, boy. ഇതിനെന്തായില്ല നമ്പർ ചൈൽഡിഷ് ആണല്ലോ. ഡേ എവിടേക്കാടേ റോഡ് അപ്പുറത്ത് കിടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണ്. ഇവനെ എവിടേക്ക് പോണ്? I'm gonna make a withdrawal, homie. You dumb motherfucker. That's the Union Depository. What you going slow up the road for, dog? Move over so the traffic can flow through. Whatever, nigga. I'll let something flow through your ass. Dog, I ain't too sure that joke works, dog. Oh, shit, the one time. ഓ പോലീസ്. Fool, we got the paperwork. Whatever, you explain that shit. I'll see you at the dealership. അവൻ പറയാം നീ പറഞ്ഞ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ വക്കീലായിട്ട് വരാം. അവൻ ജോർജ് കുട്ടിയായി. അവനേതാ നമ്മൾ പെട്ടുകിട്ടാ. നീ പോലീസിനെ എങ്ങനെയാലും ഒഴിവാക്കണം. പോലീസ് പോണില്ല കേട്ടോ. പോലീസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഏതൊക്കെ റൂട്ടിൽ കൂടെ പോണത് എനിക്ക് തന്നെ അറിയില്ല. ഓ പെട്ട് ഫ്രണ്ടിൽ പോലീസ്. സീനായി. നമ്മളെ ലൊക്കേഷൻ അവർക്ക് പറഞ്ഞോണ്ട് ബാക്കിൽ പോലീസ് വരുന്നുണ്ട് കേട്ടോ. ഒരു വഴിയില്ല, നേരെ പോവാ. ഏതൊക്കെ വഴി കൂടെ പോകുന്നുണ്ട്. എവിടേക്കാണ് എത്തുക? ഓ മോനെ ഇവന്മാരൊക്കെ എന്താ കാണിച്ച്. ചെറിയ ഗ്യാപ്പ് ഇട്ടാൽ മതി നമുക്ക് പോകാനുള്ള ഗ്യാപ്പ്. ആ ഗ്യാപ്പ് ഇടൂല. ഇത് അടുപ്പിച്ച് എന്താ പറയാ. നമ്മളെ അടിപൊളി ഡ്രൈവർ കേട്ടോ. സീൻ ഡ്രൈവ് നമ്മളെ. ഞാനില്ല വാണ്ടഡ് ലെവലൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്നത് കേട്ടോ. നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇപ്പോഴും അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടേക്ക് ദ കാർ ബാക്ക് ടു ദ ഡീലർഷിപ്പ്. അങ്ങനെ വാണ്ടഡ് ലെവൽ പോയി. ഇപ്പോൾ നമ്മൾ കാറ് നേരെ ഡീലർഷിപ്പിലോട്ട് എത്തിക്കണം. ലെമർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടാവും. വക്കീലേറ്റൊക്കെ വരാൻ പറഞ്ഞ ആളെ കാണാൻ തന്നെ അല്ലല്ലോ. സിമിയോൻ്റെ കാർ ഡീലർഷിപ്പിലോട്ടാണ് നമ്മൾ വണ്ടി എത്തിക്കുന്നത്. ലെമർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടാവും. നമുക്ക് ട്രാഫിക് കാരണം അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. എടേ എന്തോന്നാടേ ഒക്കെ സിഗരറ്റ് നോക്കിയിട്ട് ഓടിക്കണം അവനൊക്കെ. ഇവനെന്താ ഇൻഡിക്കേറ്റർ ഇടാണ്ട് റൈറ്റ് തിരിയാണ്? അവനൊക്കെ ആരാ ലൈസൻസ് കൊടുത്തത്? എൻ്റെ മോനെ സീന് ടേണ് ക്ലോസ് കോളാട്ടോ. സീൻ ഡ്രൈവർ കേട്ടോ ഫ്രാങ്ക്ലിൻ. പിന്നെ സിമിയോൻ്റെ ഡീലർഷിപ്പിൽ എത്തിയിട്ടാ നമ്മൾ. മച്ചാനെ എവിടെയാണ്?
steamcroll, you neo-Nazi. Hey, you are all the same. എൻ്റെ വണ്ടി ചെറുതായിട്ട് ഇടിച്ചിട്ടുള്ളൂ, കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാ. This racist insulted me. Hey, what's up, fool? Who you calling a nigga? No, I'm not calling ഡേ nobody. ഡേ 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 ആ പരിപാടി വേണ്ട, ആ വിളിയൊന്നും വേണ്ട. N-word. ഇത് നമ്മളെ ജെയിംസ്, നമ്മളെ മൈക്കിളിൻ്റെ മകനാണ്. Better keep it right, 'cause this man right here, he's an international. വണ്ടി വാങ്ങാൻ വന്നതാണ് തോന്നണം, ആ മഞ്ഞ വണ്ടി ഇല്ലേ, That I could not have said better myself. ആ വാങ്ങാൻ വേണ്ടി സിമിയോൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടി വന്നതാ. Seriously, maybe he's not a racist, but I don't think that he is man enough for a car like this. Wait a second. This guy right here, him, get him a hybrid. That's a real man's car. I think you are right, Lamar. You get a tax rebate. I understand. Money is an issue, eh? Money isn't an issue. This is the best part. Watch this when he reel him in. He gonna get all his full money. Watch this. Look, man, I gotta go. Hey, Simeon, I'm out. I'll holler at you, homie. It's the best part, man. So, Jimmy, are you sure you are man enough? Take the wheel and show me. Sure, okay. How about we fall through, homie? ഗെറ്റ് ഇൻ യുവർ കാർ. ആ നമ്മളെ കാറുണ്ടല്ലോ അവിടെ, നമ്മളെ കാറിലോട്ട് കയറാനേ. ലെമർ കയറി, എവിടേക്കാണോ ഓട്ടോ അറിയില്ല, നോക്കാം. ഗോ ടു ഫ്രാങ്ക്ലിൻസ് ഹൗസ്. ഞാൻ മ്യൂസിക് ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. This chump change. How I'm gonna knock a bad, grown, and sexy bitch if I ain't got a fat piece out? Who you trying to impress? Your auntie, the knee. ഡേ എന്തോന്നാടെ പറയണേ. She got ass. എല്ലാതും എനിക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, പറഞ്ഞുതരാൻ പറ്റാത്തതുകൊണ്ടാണ്. Sexy. Sexy? ഈ ലെമർ സീനാ. Sex, nigga. Nah, mad for the penis. That's എന്തൊക്കെ അവൻ exactly പറയണേ how I like ലെമർ. my women. Man, shit, it's good. അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വണ്ടി ഗരാജിൽ പാർക്ക് ചെയ്തു, നേരെ ഇറങ്ങി. ഇനി എന്ത്? Fuck you. I'll see you at work. Oh, nigga, don't hate me because I'm beautiful, nigga. Maybe you got rid of that old yee ass haircut you got. You get some bitches. വേനെ കൊണ്ട് വലിയ തലവേനാണല്ലോ അല്ലേ ഞാൻ Maybe പറഞ്ഞു. Tanisha call your dog ass ഇയാളെ വണ്ടി ഇരിക്കണ മുതൽ തനിഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേ. with. പോടായിരുന്നു ഏതാ മച്ചാനാട്ടാ, നമ്മളെ കൂട്ടുകാരനാണ്, അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഫ്രാങ്ക്ലിൻസ് ഹോം. ആൻറ്റി തോന്നണം, ആൻറ്റി. ഇത് കുറച്ച് ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഹെക്റ്റിക് വർക്കായിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഈ സ്പേസ് എന്ന് പറഞ്ഞത് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്പേസാണ് കേട്ടോ. ഡ്രസ്സും ഷൂസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള വാർഡ്രോബാണ് ഇവിടെ. മാത്രമല്ല, അപ്പോൾ നമ്മളെ മിഷൻ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗെയ്സ്. ഫസ്റ്റ് മിഷൻ GTA 5. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഡെയിലി സ്റ്റോറി മോഡ് ഇട്ടുന്നതായിരിക്കും. നമ്മളെ ഫസ്റ്റ് മിഷനാണ്, മാത്രമല്ല എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.